ഉറച്ച തീരുമാനത്തോടെ എന്റെ കൂടെ നിൽക്കുമോ? കൂടെ നിൽക്കാൻ സർ, ഉറപ്പായിട്ടും. വെരി ഗുഡ്. ദേവരുന്ന് പാതാളക്കാരണ്ടി. നിങ്ങളാരും പേടിക്കണ്ട. അവൾ എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ ഡബിളായിട്ട് തിരിച്ചു കൊടുക്കാം. അവളേക്കാൾ കച്ചടയാണ് ഞാൻ. നിങ്ങൾ വാ വാ. ഇതെന്താ കാൽനട ജാഥയോ? നിക്കടി എവിടെ? ആഹാ, എന്റെ മകന്റെ ജീവൻ തൊലച്ച നിന്നെ കടലെടുക്കൂടി. എന്റെ മകന്റെ ജീവൻ നായ നക്കി. മകൾ എങ്ങോട്ടോ പോയി? ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം നിനക്ക് നിന്റെ മക്കൾക്കും അടി. നശിച്ച് നാറാണ കല്ലെടുക്കൂടി, നീയും നിന്റെ കുടുംബവും. Don't talk. You are a cultureless fellow and a particular sensation. ഇവളോട് സംസാരിക്കണമെങ്കിലേ അന്തസ്സും അഭിമാനവും പാടില്ല. അതെനിക്ക് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഇവളോട് ഞാൻ ഏറ്റുമുട്ടിക്കൊള്ളാം. യു ഗോ ഗോ ഗോ. വാ മക്കളെ. എടി, നിനക്കെന്താടി ചോദിക്കാനുള്ളത്? അത് എന്നോട് ചോദിക്കേ. അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന തള്ളേ, നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുന്നോ അല്ലേ? നിന്നെ വെല്ലുവിളിക്കാൻ നീ ആരാടി? ഭേഷ്കാരോ അതോ മത്സരട്ടോ? വട്ടിപ്പലിശയ്ക്ക് കാശ് കൊടുത്ത് നീ എത്ര കുടുംബത്തെ അടി വഴിയാധാരമാക്കിയത്? നീ കാരണം എത്ര പേരടി കെട്ടിത്തൂങ്ങി ചത്തത്? ദേ തള്ളേ, വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്തോയോടി? നിങ്ങൾ അവളെ ചികിത്സിച്ച് ഭേദമാക്കിയല്ലേ? രോഗികളെ ചികിത്സിച്ച് ഭേദമാക്കുന്നത് എന്റെ കുലത്തൊഴിലാടി. ഓ, നീ കേട്ടിട്ടില്ലേ? പാൽക്കാവടി പത്മനാഭൻ വൈദ്യര്, അതെന്റെ അച്ഛനാടി. ദേ നോക്ക്, നിനക്ക് നല്ലതുപോലെ ഭ്രാന്തുണ്ട്. തലയ്ക്ക് തളം വെച്ചില്ലെങ്കിൽ നാട്ടുകാർ പിടിച്ച് പിന്നെ നിന്നെ ഊളം പറയില്ല. തള്ളേ, കാശ് തരാമെങ്കിൽ നിന്നെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. എന്നെയൊന്നും നിങ്ങൾ ചികിത്സിക്കണ്ട. അവളെ ചികിത്സിച്ച് ഭേദമാക്കിയത് എന്തിനാന്നാ ചോദിച്ചത്? ഞാനൊരു വൈദ്യരായതുകൊണ്ട്. ഈ അമ്മണി വൈദ്യര് കാശ് കിട്ടിയാൽ ആരെയും ചികിത്സിക്കും. ചികിത്സ എന്റെ തൊഴിലാടി, തൊഴില്. ഓ, ഒരു രുക്മിണി വൈദ്യര്. കാൽ കാശിന് വിവരമില്ലാത്ത പറട്ട തള്ള. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? വിവരമില്ലാത്തവർ എന്തും ചെയ്യും. എനിക്ക് കാൽ കാശിന് വിവരമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ തല്ലുകയും കടിക്കുകയും ചെയ്യും. കടിക്കട്ടെ ഞാൻ കടിക്കട്ടെ. അയ്യോ, എനിക്ക് ഭയം പിടിക്കും. എന്നാ നീ കരുതിയിരുന്നു? നിന്നോട് പലിശയ്ക്ക് കാശ് മേടിച്ച് അപമാനത്താൽ ആത്മഹത്യ ചെയ്ത എല്ലാ പ്രേതങ്ങളും അറുകൊലയായിട്ട് എന്നിലേക്ക് കയറിയിരിക്കുക. ഞാനിപ്പോ അറുകൊലയാ. നിന്റെ ചോര കുടിക്കാൻ വെമ്പൽ കൊള്ളുന്ന അറുകൊല. കുടിക്കട്ടാടി, കുടിക്കും ഞാൻ. ശരി, ഞാൻ യാമിനി, പവിത്ര സിസ്റ്റർ വന്ന നീ കണ്ടില്ലേ? അവൾക്കൊരു കപ്പ് കോഫി കൊടുക്കാൻ നിനക്കെന്താ എത്ര മടി? അവര് വന്നത് ഞാൻ കണ്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാര് വലിഞ്ഞു കയറി വന്നാ കോഫി എടുത്തോണ്ട് ഓടുന്ന കാണാലോ. വേണ്ടപ്പെട്ടവരെ വന്നാ മൈൻഡ് ചെയ്യരുത്. അവര് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാ, പക്ഷെ എനിക്കങ്ങനെയല്ല. എടി, ഇനിയൊക്കെ ഞാൻ ശരിപ്പെടുത്തി തരാടി. പെട്ടെന്നെന്താ സിസ്റ്റർ തീരുമാനം മാറ്റിയേ? അത് പിന്നെ ഇതുപോലുള്ള തീരുമാനം ഇനി എപ്പോഴും മാറ്റുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല സർ. ഒരു തീരുമാനം നമ്മൾ എടുത്താ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. തല പോയാലും അതിൽ നിന്ന് മാറരുത്. ഇനി എന്തായാലും പവിത്ര ഈ തീരുമാനത്തിൽ നിന്ന് മാറില്ല.
ചേച്ചിയോടല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്, സിസ്റ്ററോടല്ലേ? കാരണം സിസ്റ്ററിൽ നിന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടണം. ഒരു ചെറിയ കാര്യമല്ല ഞാൻ തുടങ്ങാൻ പോകുന്നത്, വളരെയധികം ഉത്തരവാദിത്തമുള്ളൊരു ചുമതലയാണ്. അർപ്പണബോധമുള്ള ഒരാളില്ലാതെ അത് തുടങ്ങാൻ പറ്റില്ല. ആ ഒരു ഉറപ്പാ എനിക്ക് പവിത്ര സിസ്റ്ററിൽ നിന്നും കിട്ടേണ്ടത്. രാജു വാ. രാജു, അച്ഛൻ ചീറ്റ് ചെയ്യപ്പെടാണല്ലോ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. രാജു, ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഫോണിങ് എടുക്ക്. എന്താ? സ്വിച്ച് ഓഫ് രാജു. ഭരണരംഗത്ത് നിന്ന് ഞാൻ ഏറെക്കുറെ പിന്മാറിയിരിക്കുക. ഇനിയുള്ള ജീവിതത്തിൽ എനിക്കിതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് മദർ തെരേസ പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും. അതിന് പവിത്ര സിസ്റ്റർ എൻ്റെ കൂടെ നിൽക്കണം. എന്തു പറയുന്നു? ഉറച്ച തീരുമാനത്തോടെ എൻ്റെ കൂടെ നിൽക്കുമോ? കൂടെ നിൽക്കാൻ സർ, ഉറപ്പായിട്ടും. വെരി ഗുഡ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സർ. ബാക്കിയായി ചില ജോലികൾ കൂടിയുണ്ട്. അതൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാൻ സാറിനെ വിളിക്കാം. അതുപോരെ? ശരി. സംയുക്ത വാ. ഒന്ന് നിന്നേ. നിങ്ങൾ എന്റെ അച്ഛനെ ചതിക്കുക. നിങ്ങളെപ്പോലത്തെ ഒരു സ്ത്രീ ഇവർ പറയുന്നൊന്നും കേൾക്കരുത്. ഇവരുടെ പിടിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. എന്നാൽ ഈ ചീറ്റിങ്ങിൽ നിന്ന് നിങ്ങൾ മാറണം. എന്നാലേ നീ ചെന്ന് പറയടി പ്രതാപനോട് ഇത് ചീറ്റിംഗ് ആണെന്ന്. എന്തായാലും പ്രതാപൻ സുഖമില്ലാതെ കിടന്നപ്പോ നീ ചെയ്ത ചതിയുടെ അപ്പുറമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളെ കൊണ്ട് തന്നെ അവനെ ശുശ്രൂഷിപ്പിച്ചു. അതവൻ അറിഞ്ഞാ പിന്നെ നിന്നെയും ദേ ഇവനെയും എന്നേക്കുമായേ അവന്റെ ജീവിതത്തിൽ നിന്നും അടിച്ചോടിക്കും. എടി, ഞാൻ നിന്നോടൊക്കെ 1000 തവണ പറഞ്ഞിട്ടുള്ളതാ, അംബികാവർമ്മയ്ക്കെതിരെ വരരുതെന്ന്. ഞാൻ തന്നെ സ്വന്തമായി തീരാധാരം നടത്തിയെടുത്തൊരു ലോകമുണ്ട്. അവിടേക്ക് അനുവാദം ഇല്ലാതെ പ്രവേശിക്കരുത്. ആ ലോകത്തെ മഹാറാണിയെ ഈ ഞാനാ. അവിടേക്ക് കയറി വന്നാ അവിടെ പടയൊരുക്കം ഒരുക്കിയ. ഓർമ്മിച്ചോ നീയൊക്കെ? ഇതുപോലെ നിന്നെയൊക്കെ എവിടെ ഇട്ട് ഞാൻ നീറ്റിക്കും.